ഹായ് ഓൾ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം. ഓക്കെ, കോളത്തിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ലെങ്ത് ഓഫ് കോളം വിച്ച് ടേക്സ് പാർട്ട് ഇൻ ബക്ലിംഗ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ലോഡ്സ്. This is also defined as the length between points of contraflexure, that is points of zero moments of the buckled column. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് വരുന്ന കോളത്തിൻ്റെ ലെങ്ത്, അതായത് ഒരു പർട്ടിക്കുലർ ലോഡ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് കോളം ബെൻഡ് ചെയ്യല്ലോ, അതായത് ബക്കിൾ ചെയ്യാന്നാണ് കോളത്തിൻ്റെ ടേംസിൽ പറയുമ്പോൾ, ബെൻഡിങ്ങിൻ്റെ ടേംസ് ബക്കിൾ ചെയ്യാന്നാണ് പറയുക. അപ്പം കോളം ബക്കിൾ ചെയ്യുമ്പം ആ ബക്ലിങ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ബെൻഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടല്ലോ, അതായത് ചിലപ്പോൾ ആ കോളത്തിൻ്റെ ഫുൾ ലെങ്ത്തിലും ബെൻഡിങ് വരണമെന്നില്ല, ബെൻഡ് ചെയ്യുന്ന ചിലപ്പം ചെറിയൊരു പോർഷൻ ആയിരിക്കാം. ഓക്കെ, അതായത് ആ ലെങ്ത്തിനേക്കാളും അതിൻ്റെ കോളത്തിൻ്റെ അൺസപ്പോർട്ടഡ് ലെങ്ത്തിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു ലെങ്ത്തിലായിരിക്കാം ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ബെൻഡിങ് വരുന്ന ആ ലെങ്ത്തിനാണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. Okay, this is also defined as the length between points of contraflexure of the buckled column. അപ്പം ബക്കിൾഡ് കോളത്തിൻ്റെ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചറുകൾ തമ്മിലുള്ള ലെങ്ത് എന്നും പറയാറുണ്ട്. പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് സീറോ ആവുന്ന പോയിൻറ്റ്സ് അല്ലേ, അതായത് അല്ലെങ്കിൽ ആ ബെൻഡിങ് മൊമെൻറ്റ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പോയിൻറ്റ്സ്. അപ്പോൾ ആ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനും നമ്മൾ എഫക്റ്റീവ് ലെങ്ത്തിനെ പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ കോളത്തിൽ ബെൻഡിങ് മൊമെൻറ്റ് സീറോ, അതായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്ന രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ, ഒരു പർട്ടിക്കുലർ കോളത്തിലുള്ള രണ്ട് സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നും നമുക്ക് പറയാം. ഓക്കെ, ദ അൺസപ്പോർട്ടഡ് ലെങ്ത് of a column is the clear length or height between the floor and the lower level of the ceiling. അപ്പം എഫക്റ്റീവ് ലെങ്ത് എന്താണെന്നുള്ള മനസ്സിലായി. ഓക്കെ, എന്നാൽ അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ ആ കോളത്തിൻ്റെ ഫുൾ ലെങ്ത് ആണ്. ഓക്കെ, അതായത് ക്ലിയർ ലെങ്ത് ഓർ ഹൈറ്റ് ബിറ്റ്വീൻ ഫ്ലോർ ആൻഡ് ദ ലോവർ ലെവൽ ഓഫ് സീലിംഗ്. അപ്പോൾ സീലിങ്ങിൻ്റെ ബോട്ടത്തു നിന്ന് ആ ഫ്ലോറിൻ്റെ ഹൈറ്റ്, ആ ഫ്ലോർ പോർഷൻ, ആ ഫ്ലോർ ലെവലിൽ നിന്ന് നെക്സ്റ്റ് സീലിങ്ങിൻ്റെ ടോപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് ആണ് അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത്. ദ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് എ കോളം ഈസ് എ ക്ലിയർ ലെങ്ത്, ക്ലിയർ ആയിട്ടുള്ള ലെങ്ത്, അതായത് ആ ഫ്ലോറിൻ്റെ ലെവലിൽ നിന്ന് മേലെ വരുന്ന സീലിങ്ങിൻ്റെ അതായത് സീലിംഗ് എത്ര ഹൈറ്റിലാണോ വരുന്നത്, അതായത് സീലിംഗ് മീൻസ് നെക്സ്റ്റ് ഫ്ലോർ. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോറിൻ്റെ ടോപ്പ് സീലിംഗ്, അതിൻ്റെ ആ ലെവലിലേക്കുള്ള ലെങ്ത്താണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫ്ലോറിൽ നിൽക്കുകയാണെങ്കിൽ ആ ഫ്ലോറിൽ നിന്ന് തൊട്ട് മേലെയുള്ള ഫ്ലോറിൻ്റെ ആ സീലിംഗ് എവിടെയാണോ വരുന്നത്, ഓക്കെ, ആ സീലിംഗ് വരെയുള്ള ലെങ്ത്താണ്, ആ കോളത്തിൻ്റെ സീലിംഗ് വരെയുള്ള ലെങ്ത്താണ് അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത്. ദ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദ കോളം ഈസ് ദ ക്ലിയർ ലെങ്ത് ഓർ ഹൈറ്റ് ബിറ്റ്വീൻ ഫ്ലോർ ആൻഡ് ദ ലോവർ ലെവൽ ഓഫ് ദ സീലിംഗ്. ഓക്കെ, ആ സീലിങ്ങിൻ്റെ ലോവർ ലെവലിലേക്ക് അല്ലെങ്കിൽ ആ സീലിങ്ങിൻ്റെ ബോട്ടത്തിലേക്കുള്ള ലെങ്ത്ത്, ആ ഫ്ലോറിൻ്റെ, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഫ്ലോറിൽ നിന്ന് ആ സീലിങ്ങിൻ്റെ ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് കോളം ബക്കിളാവുന്ന ലെങ്ത് അല്ലെങ്കിൽ കോളം ബെൻഡ് ചെയ്യുന്ന ആ ഒരു ലെങ്ത്, എത്ര ലെങ്ത്തിലാണോ കോളത്തിൽ ബെൻഡിങ് സംഭവിക്കുന്നത് ആ ലെങ്ത്തിനാണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ലോഡ് വരുന്ന സമയത്ത്. ഓക്കെ, the deflected shape depends upon the type of end supports or degree of end restraint. അപ്പോൾ ഈ ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഷേപ്പ് അല്ലെങ്കിൽ ആ ബക്ലിംഗ് സംഭവിക്കുന്നത് എന്തിനാ ബേസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് എൻഡാണ്. ഓക്കെ, അതായത് ഫിക്സ്ഡ് എൻഡ് ആണോ, രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആണോ, ഒരു എൻഡ് ഫിക്സ്ഡ് ഒരു എൻഡ് ഹിഞ്ച്ഡ് ആണോ, ഒരു എൻഡ് ഫിക്സ്ഡ് ഒരു എൻഡ് ഫ്രീ ആണോ, അങ്ങനെ എൻഡ് സപ്പോർട്ട്സ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഓർ ഡിഗ്രി ഓഫ് എൻഡ് റെസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ സപ്പോർട്ട് തന്നെ. അതായത് ഇപ്പം റെസ്ട്രിക്റ്റഡ് ആണ്, മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് വരുന്നത്. ഓക്കെ, അതായത് ഒരു മൂവ്മെൻറ്റ്സും അലോ ചെയ്യാത്ത കേസ്. ഇപ്പോൾ റൊട്ടേഷൻ അലോ ചെയ്യുന്ന കേസാണെങ്കിൽ അത് ഹിഞ്ച്ഡ് സപ്പോർട്ട്. അങ്ങനെ ഓരോ ടൈപ്പ് സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരുന്നത്. ഓക്കെ, ദ ഡിസൈൻ ഓഫ് കോളം ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ ഈ കോളത്തിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ഈ എഫക്റ്റീവ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ഓക്കെ, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ബക്ലിംഗ് ഒക്കർ ചെയ്യുന്ന ആ ലെങ്ത്, കോളത്തിൽ ലോഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബെൻഡിങ് സംഭവിക്കുന്ന ആ ലെങ്ത്. അൺസപ്പോർട്ട് ലെങ്ത് എന്ന് പറയുന്ന കോളത്തിൻ്റെ ഫുൾ ലെങ്ത് ആണ്.
അതായത് ആ ഫ്ലോറിൻ്റെ ബോട്ടം മുതൽ ആ സീലിങ്ങിൻ്റെ ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഫ്ലോർ നമ്മൾ നിൽക്കുന്ന ആ ഫ്ലോർ ലെവലിൽ നിന്ന് ആ സീലിങ്ങിൻ്റെ ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് അൺസപ്പോർട്ടഡ് ലെങ്ത്. അതുപോലെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടൈപ്പ് ഓഫ് എൻഡ് സപ്പോർട്ട്, ഏത് ടൈപ്പ് സപ്പോർട്ടാണ്, ഫിക്സ്ഡ് എൻഡ് ആണോ രണ്ട് എൻഡിലും വരുന്നത്, ഹിഞ്ച്ഡ് എൻഡ്സ് ആണോ വരുന്നത്, അങ്ങനെ എൻഡിനെ ബേസ് ചെയ്തിട്ട് ആണ് ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വരുന്നത്. ഓക്കെ, IS 456-2000 Annex E gives the values of effective length for various end conditions in terms of its unsupported length. അപ്പോൾ അൺസപ്പോർട്ടഡ് ലെങ്ത്തിനെ വെച്ചിട്ട് എഫക്റ്റീവ് ലെങ്ത് എത്രയാണ് വരിക എന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് IS 456 Annex Eയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അൺസപ്പോർട്ടഡ് ലെങ്ത് വെച്ചിട്ട് എങ്ങനെ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കാം ഓരോ എൻഡ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് പേജ് നമ്പർ 94 ടേബിൾ 28 Annex Eയിൽ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ആ കോളത്തിൻ്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ലോഡ് ആക്ട് ചെയ്യുമ്പം ടോപ്പിൽ നിന്ന് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് സൈഡ് വൈസ് ആണ്, അല്ലെങ്കിൽ ബക്കിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുന്നത് സൈഡ് വൈസ് ആണ്. ഓക്കെ, അത് ടുവേർഡ്സ് റൈറ്റോ ലെഫ്റ്റോ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കും ബെൻഡ് ചെയ്യാം, ഇപ്പം ഫിഗറിൽ കാണുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ഈ ബെൻഡിങ് ടേക്ക് പാർട്ട് ചെയ്യുന്ന ആ കോളത്തിൻ്റെ ലെങ്ത്തിനാണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ കോഡിലെ ടേബിൾ 28 ആണ്, പേജ് നമ്പർ 94. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള എൻഡ് കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എഫക്റ്റീവ് ലെങ്ത് ഓഫ് കംപ്രഷൻ മെമ്പേഴ്സ്. ഓക്കെ, അതിൻ്റെ കോളത്തിൽ ഡിഗ്രി ഓഫ് എൻഡ് റിസ്ട്രെയിൻ ഓർ കംപ്രഷൻ മെമ്പേഴ്സ്. ഓക്കെ, ഡിഗ്രി ഓഫ് എൻഡ് റിസ്ട്രെയിൻഡ് ഓഫ് കംപ്രഷൻ മെമ്പേഴ്സ്, അതായത് എൻഡ് കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്, ഏത് ടൈപ്പ് സപ്പോർട്ടാണ് എൻഡ്സിൽ വരുന്നതെന്നുള്ളതാണ് അവിടെ. ഓരോ സപ്പോർട്ടിനനുസരിച്ചിട്ടുള്ള എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഓരോ എൻഡ് കണ്ടീഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ തിയറിറ്റിക്കൽ വാല്യൂ ഓഫ് എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ തിയറിറ്റിക്കൽ വാല്യൂ, ഓക്കെ, അതായത് ശരിക്കും വരാവുന്ന ആ ഒരു വാല്യൂ എത്രയാണെന്നുള്ളത് ഓരോ കേസിലും ഓരോ എൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ടും ലോഡ് വരുമ്പോൾ ബെൻഡിങ് ടേക്ക് പാർട്ട് ചെയ്യുന്ന ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ തിയറിറ്റിക്കൽ വാല്യൂ എത്രയാണ് വരുന്നത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ റെക്കമെൻഡഡ് വാല്യൂ ഓഫ് എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അവിടെ യൂസ് ചെയ്യേണ്ട എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ വാല്യൂ. ഓക്കെ, ശരിക്കും ആക്ച്വലി വരുന്ന എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ വാല്യൂ ആണ്, അതായത് തിയറിറ്റിക്കൽ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം യൂസ് ചെയ്യേണ്ട റെക്കമെൻഡഡ് വാല്യൂസ്, അതായത് കോഡ് റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂസാണ് ഏറ്റവും എൻഡിലുള്ള ആ കോളത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കണ്ടീഷനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ എല്ലാം പറയുന്നില്ല, ഇനിയും കുറേ എൻഡ് കണ്ടീഷൻ വെച്ചിട്ടുള്ള എഫക്റ്റീവ് ലെങ്ത്തിൻ്റെ വാല്യൂ കോഡിൽ പറയുന്നുണ്ട്. മെയിനായിട്ടുള്ള കുറച്ച് 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ഇൻ ബോത്ത് എൻഡ്സ്. അപ്പോൾ എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷനിൽ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഹിഞ്ച്ഡ് കണ്ടീഷൻ എന്തായാലും ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം ആൻഡ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റൊട്ടേഷനും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷനും റെസ്ട്രിക്റ്റ് ചെയ്യാത്ത, റൊട്ടേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കേസ് ഏതാ? ഫിക്സ്ഡ് അല്ലേ? അപ്പോൾ പൊസിഷനിൽ ഹെൽഡ് ചെയ്തിട്ടുമുണ്ട്, എന്നാൽ റെസ്ട്രിക്റ്റഡും ആണ്, അല്ലെങ്കിൽ റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷനും ആണെങ്കിൽ അത് ഫിക്സ്ഡ് കണ്ടീഷനാണ് രണ്ട് എൻഡും. ഓക്കെ, അപ്പം എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ എന്ന് മാത്രമാണെങ്കിൽ നോട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹിഞ്ച്ഡ് എൻഡ് കണ്ടീഷനാണ് വരിക. എന്നാൽ എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൊട്ടേഷന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് കണ്ടീഷനാണ് രണ്ട് എൻഡിലും. അപ്പോൾ രണ്ട് എൻഡിലും ഫിക്സ്ഡ്. ഓക്കെ, അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്ന ഫിക്സ്ഡ് കണ്ടീഷനിൽ അൺസപ്പോർട്ടഡ് ലെങ്ത്തിന് ഈക്വൽ ആയിട്ട് വരില്ല. അൺസപ്പോർട്ടഡ് ലെങ്ത്തിനേക്കാളും, അതായത് എൽ എന്ന് പറയുന്ന അൺസപ്പോർട്ടഡ് ലെങ്ത്തിനേക്കാളും കുറവായിരിക്കും എഫക്റ്റീവ് ലെങ്ത് വരിക. ഓക്കെ, അപ്പോൾ തിയറിറ്റിക്കൽ വാല്യൂ, കോഡ് പറയുന്ന തിയറിറ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് അൺസപ്പോർട്ടഡ് ലെങ്ത്തിൻ്റെ ഹാഫാണ്, അതായത് 0.50 L എന്നുള്ള രീതിയിലാണ് തിയറിറ്റിക്കൽ വാല്യൂ പറയുന്നത്. എന്നാൽ റെക്കമെൻഡഡ് വാല്യൂ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് 0.65 L എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഫിക്സ്ഡ് കണ്ടീഷനിൽ രണ്ട് സപ്പോർട്ട് ഫിക്സ്ഡ് ആകുമ്പോൾ 0.65 L എന്നുള്ളതാണ് റെക്കമെൻഡഡ് വാല്യൂ. തിയറിറ്റിക്കൽ വാല്യൂ 0.5 L. അപ്പോൾ നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് 0.65 L എന്നുള്ളത് കോഡ് റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ ഇടാം. ആക്ച്വൽ അതിൻ്റെ തിയറിറ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 0.5 L ആണ്. അതേപോലെ രണ്ടാമത്തത് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ രണ്ട് എൻഡിലും പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഹിഞ്ച്ഡ് ആണെന്നുള്ളത് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും. എന്നാൽ റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ അറ്റ് വൺ എൻഡ്. അപ്പം ഒരു എൻഡിലെ റൊട്ടേഷൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് ഫിക്സ്ഡും ഒരു എൻഡ് ഹിഞ്ച്ഡും ആണെന്നുള്ളതാണ്.
ഓക്കെ, ഒരു എൻഡ് മാത്രം റൊട്ടേഷൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കണ്ടോ, ടോപ്പിലുള്ള എൻഡിൽ ഒരു ഡോട്ട് പോലെ ഒരു റൗണ്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു എൻഡ് ഹിഞ്ച്ഡ് ആണെന്നുള്ളതാണ്. ഓക്കെ, ഒരു എൻഡ് ഫിക്സ്ഡ് ആകുമ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല, പ്ലെയിൻ ആയിട്ട് ഫുള്ളായിട്ട് ആ ഫിക്സ്ഡിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയായിരിക്കും. എന്നാൽ ഹിഞ്ച്ഡ് വന്നപ്പം ആ ഫിക്സ്ഡിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ്റെ കൂടെ ഒരു റൗണ്ടും വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 0.7L ആണ്. ഓക്കെ, അതായത് അൺസപ്പോർട്ട് ലെങ്ത്തിനേക്കാളും കുറവാണ് ഇവിടെയും എഫക്റ്റീവ് ലെങ്ത്ത് വരുന്നത്. ഓക്കെ, തിയററ്റിക്കൽ വാല്യൂ 0.7L ആണ്. എന്നാൽ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെക്കമെൻഡഡ് വാല്യൂ എന്ന് പറയുന്നത് 0.8L ആണ്. ഓക്കെ, അതേപോലെ മൂന്നാമത്തത് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ്. ഇപ്പോൾ രണ്ട് എൻഡ്സിലും ആ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഹിഞ്ച്ഡ് ആണ്. ബട്ട് നോട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. എന്നാൽ റൊട്ടേഷന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല രണ്ട് എൻഡിലും. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡും ഹിഞ്ച്ഡ് തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ, ഹിഞ്ച്ഡ് ആണ്, അതായത് റൊട്ടേഷനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല രണ്ട് എൻഡിലും. അപ്പം ഫിക്സ്ഡ് കണ്ടീഷൻ അല്ല. ഓക്കെ, ഒരു എൻഡിലും ഫിക്സ്ഡ് വരുന്നില്ല, രണ്ട് എൻഡും ആ പൊസിഷനിൽ പ്ലേസ് ചെയ്തത് മാത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം രണ്ട് എൻഡും ഹിഞ്ച്ഡ് എൻഡ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ടോപ്പിലും ബോട്ടത്തിലും ആ റൗണ്ട് പോലെ അല്ലേ, ആ ഫിക്സ്ഡിൻ്റെ എൻഡ് കണ്ടീഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ എൻഡ്സിൽ ഒരു റൗണ്ടും കൂടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിഞ്ച്ഡ് സപ്പോർട്ടാണെന്നുള്ളതാണ് രണ്ട് എൻഡിലും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹിഞ്ച്ഡ് സപ്പോർട്ട് ആകുമ്പോൾ തിയറിറ്റിക്കൽ വാല്യൂ ഓഫ് അൺസപ്പോർട്ട് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് അൺസപ്പോർട്ട് ലെങ്ത് തന്നെയാണ്. അതായത് 1L ദാറ്റ് ഈസ് ഈക്വൽ ടു L തന്നെയാണ്. അൺസപ്പോർട്ടഡ് ലെങ്ത് തന്നെയാണ് ഇവിടെ എഫക്റ്റീവ് ലെങ്ത് വരുന്നത്. ഓക്കെ, റെക്കമെൻഡഡ് വാല്യൂവും 1L തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മളവിടെ 1L അല്ലെങ്കിൽ L ഈസ് ഈക്വൽ ടു L എഫക്റ്റീവ് എന്നുള്ള രീതിയിലാണ് രണ്ട് എൻഡും ഹിഞ്ച്ഡ് എൻഡ് കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പം കോഡിൽ വേറെ കുറേ ഡിഗ്രി ഓഫ് എൻഡ് റിസ്ട്രെയിൻ കംപ്രഷൻ മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള തിയറിറ്റിക്കൽ വാല്യൂയും റെക്കമെൻഡഡ് വാല്യൂയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മെയിനായിട്ട് യൂസ് ആവുന്നത് ഈ മൂന്നെണ്ണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം, ബാക്കി നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് കോളം ആൻഡ് ലോങ് കോളം. ഷോർട്ട് കോളം: a column is considered to be short if the ratio of effective length to its least lateral dimension is less than or equal to 12. അപ്പം എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പം ബിയും ഡിയും ഉണ്ടെങ്കിൽ അതിലേതാണോ ചെറുത് അതാണ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ നമുക്ക് ബി ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ L എഫക്റ്റീവ് ബൈ ബി എന്ന് പറയുന്ന റേഷ്യോ ലെസ് ദാൻ 12 അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണെങ്കിൽ അതിനെ ഷോർട്ട് കോളം എന്ന് പറയാം. അതേപോലെ തന്നെ L എഫക്റ്റീവ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ അതിനെ ലോങ് കോളം എന്ന് പറയാം. സെക്കൻഡ് വൺ, ബക്ലിംഗ് ടെൻഡൻസി ഈസ് ലോ. ഷോർട്ട് കോളത്തിൽ ബക്ലിംഗ് ടെൻഡൻസി, അതായത് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. ലോങ് ആൻഡ് സ്ലെൻഡർ കോളംസ് ബക്കിൾ ഈസിലി. ലോങ് കോളം ആണെങ്കിൽ അല്ലെങ്കിൽ സ്ലെൻഡർ കോളം ആണെങ്കിൽ അത് ഈസി ആയിട്ട് ബക്കിളാവും, ബെൻഡ് ചെയ്യും. ഓക്കെ, അതായത് ഷോർട്ട് കോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ടു 12 അല്ലെങ്കിൽ ലെസ് ദാൻ 12 ആണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുക ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് അതിൻ്റെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ലോങ് കോളത്തിലാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കോളത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതിൻ്റെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ തന്നെ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഡയമെൻഷൻ വളരെ കുറവും ലെങ്ത്ത് വളരെ കൂടുതലുമാണെങ്കിൽ ഓക്കെ, അവിടെ ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ അതിൻ്റെ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 12നേക്കാളും കൂടിയിട്ടില്ല. ഓക്കെ, ഷോർട്ട് കോളത്തിൽ. അപ്പം ലോങ് കോളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആ കോളത്തിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ ബക്ലിംഗ് ടെൻഡൻസി കുറവായിരിക്കും, അതായത് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. മൂന്നാമത്തത്, ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഈസ് ഹൈ ആസ് കമ്പയർഡ് ടു ലോങ് കോളം ഓഫ് ദ സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഷോർട്ട് കോളത്തിൽ കൂടുതലായിരിക്കും. കാരണം ബക്ലിംഗ് വരാത്തതുകൊണ്ട്, അതായത് ബെൻഡിങ് വരാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ലോങ് കോളത്തിൽ അതേ ലോഡ് തന്നെ വരുമ്പോൾ അവിടെ ബെൻഡിങ്ങിൻ്റെ ഒരു ടെൻഡൻസിയും കൂടി വരും. ഓക്കെ, അതായത് ബെൻഡിങ്ങും കൂടിയും വരും. അപ്പോൾ ബെൻഡിങ്ങും കൂടിയും വരുമ്പോൾ അതിന് എടുക്കാൻ പറ്റുന്ന ലോഡ് കമ്പാരിറ്റീവ്ലി ഷോർട്ട് കോളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ലോങ് കോളത്തിന് എടുക്കാൻ പറ്റുന്ന ലോഡ് കുറവാണ്. ഓക്കെ, ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ലോങ് കോളം ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു ഷോർട്ട് കോളം ഓഫ് സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് ഒരേ ക്രോസ് സെക്ഷനിലുള്ള ഒരു ലോങ് കോളവും ഷോർട്ട് കോളവും എടുത്തു കഴിഞ്ഞാൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഷോർട്ട് കോളത്തിനായിരിക്കും കൂടുതൽ. ലോങ് കോളത്തിൽ ബക്ലിങ്ങും കൂടി വരുന്നതുകൊണ്ട്. ഓക്കെ,
ഫോർത്ത് വൺ, ദ ഫെയിലിയർ ഓഫ് ഷോർട്ട് കോളം ഈസ് ബൈ ക്രഷിങ്. അപ്പോൾ ഷോർട്ട് കോളത്തിൻ്റെ ഫെയിലിയർ ക്രഷിങ് കൊണ്ട് മുഖേന മാത്രമാണ്. അതായത് ഈ കംപ്രസീവ് ലോഡ് മുഖേന കംപ്രസ്ഡ് ആയിട്ടാണ് ഫെയിൽ ആവുക. എന്നാൽ ലോങ് കോളം ബക്ലിംഗ് മുഖേന, അതായത് ബെൻഡിങ് മുഖേനയാണ് ഫെയിൽ ആവുക. ഓക്കെ, ക്രഷ്ഡ് ആയിട്ട് ഫെയിൽ ആവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ കൂടുതലും ബക്കിൾ ചെയ്തിട്ട് ഫെയിൽ ആവാൻ, അതായത് ബെൻഡ് ചെയ്തിട്ട് ഫെയിൽ ആവാനുള്ള ചാൻസാണ് ലോങ് കോളത്തിൽ കൂടുതലും. കോളം ജനറലി ഫെയിൽസ് ഇൻ ബക്ലിംഗ്, ലോങ് കോളം. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള 4 ഡിഫറൻസസ്. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ എ കോളം. കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കോളം ഡിസൈൻ ചെയ്യുമ്പോൾ ഒന്ന് കോളത്തിൻ്റെ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും, ഇൻ കേസ് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ തന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒപ്പം കോളത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ്സും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഏതൊക്കെ ടൈപ്പ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കോളത്തിലുള്ളതെന്ന് നമുക്ക് നോക്കാം. കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ. ദസ് a column can be made up of plain concrete, but it is always advisable to use RCC columns instead of plain concrete columns because of the following reasons. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്ന സ്ട്രോങ് ഇൻ കംപ്രഷൻ ആയതുകൊണ്ടും ഈ കോളത്തിൽ വരുന്നത് മെയിനായിട്ട് കംപ്രസീവ് ലോഡ്സ് ആയതുകൊണ്ടും ശരിക്കും അവിടെ RCC ചെയ്യണമെന്നില്ല ആക്ച്വലി. ഓക്കെ, എന്നാൽ RCC ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് പ്ലെയിൻ കോൺക്രീറ്റ് കൊടുക്കാതെ അതിൻ്റെ അകത്ത് റീഇൻഫോഴ്സ്മെൻറ്റും കൂടി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി അത് ആവശ്യമില്ല അല്ലേ, RCC അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കോൺക്രീറ്റ് തന്നെ സ്ട്രോങ് ഇൻ കംപ്രഷനാണ്. അപ്പോൾ അത് തന്നെ എടുത്തോളും. കോളം ഫുള്ളായിട്ട് തന്നെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം, അത് ലോഡ് എടുത്തോളും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിന് പകരം RCC പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, എ പ്ലെയിൻ കോൺക്രീറ്റ് കോളം റിക്വയർസ് എ വെരി ലാർജ് ഏരിയ ആസ് കമ്പയർഡ് ടു RCC കോളം. അപ്പം കംപ്രഷൻ എടുത്തോളുമെങ്കിലും ഓക്കെ, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ വലിയ ക്രോസ് സെക്ഷണൽ ഏരിയ വേണ്ടി വരും. ഓക്കെ, അതായത് അതിൻ്റെ BD എന്ന് പറയുന്ന ആ ഡയമെൻഷൻ വളരെ വലുത് വേണ്ടി വരും ഒരു പർട്ടിക്കുലർ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് നമ്മൾ കോൺക്രീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഫോർ എ പർട്ടിക്കുലർ ലോഡ് ദ സെക്ഷൻ ഓഫ് ആൻ RCC കോളം വിൽ ബി മച്ച് തിന്നർ than that of plain concrete, since the steel can take more load than that of concrete of the same area. അപ്പം ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് കോൺക്രീറ്റ് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റീലും എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റീലിനായിരിക്കും കൂടുതൽ ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക അപ്പോൾ കോൺക്രീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ അകത്തേക്ക് ഈ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇമ്പ്രൂവ് ആവുക. കാരണം സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്റ്റീലിന് കുറച്ചും കൂടി ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് കോൺക്രീറ്റിനേക്കാളും. അപ്പോൾ ഈ സ്റ്റീൽ ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് കൊടുക്കുമ്പം പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള അത്രയും വലിയ സെക്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഏരിയ, അതായത് ഇപ്പോൾ ഫ്ലോർ ഏരിയ നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ വലിയ സൈസുള്ള കോളം, ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ വലിയ സൈസുള്ള കോളം പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ RCC നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന കോളത്തിനേക്കാളും ചെറിയ സൈസ് മതി. അപ്പോൾ നമുക്ക് അവൈലബിൾ സ്പേസ് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഒരേ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് RCC ആണ് കൊടുക്കുന്നതെങ്കിൽ PCC വെച്ചിട്ടുള്ള കോളത്തിനേക്കാളും തിന്നറായിട്ടുള്ള കോളംസ് മതി. A minimum area of steel is always provided in the column whether it is required for carrying load or not. ഒരു മിനിമം ഏരിയ എപ്പോഴും നമ്മൾ കോളത്തിൽ പ്രൊവൈഡ് ചെയ്യും, അത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഓക്കെ, അതായത് ലോഡ് ക്യാരി ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു മിനിമം ഏരിയ പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് ഡൺ ടു റെസിസ്റ്റ് ടെൻസൈൽ സ്ട്രെസ്സസ് വിച്ച് മേ ബി കോസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ഓഫ് ലോഡ്സ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോളത്തിൽ ഒരിക്കലും പെർഫെക്റ്റ് ആക്സിയൽ ആയിട്ടുള്ള ലോഡിങ് കണ്ടീഷൻ ഇല്ല. അതായത് ഇപ്പോൾ അതിൻ്റെ സെൻട്രോയിഡിലൂടെ തന്നെ ലോഡ് ആക്ട് ചെയ്യണമെന്നില്ല, എന്തായാലും എക്സെൻട്രിസിറ്റി വരാം. അപ്പോൾ എക്സെൻട്രിസിറ്റി വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ രീതിയിലുള്ള മൊമെൻറ്റും കോളത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ കോളത്തിലേക്ക് മൊമെൻറ്റ് വരുമ്പം അവിടെ ആ കോളത്തിൽ ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ കോളത്തിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ഡൺ ടു റെസിസ്റ്റ് ടെൻസൈൽ സ്ട്രെസ്സസ് വിച്ച് മേ ബി കോസ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ഓഫ് ലോഡ്സ്. ഓക്കെ, അതായത് ആ സെൻട്രോയിഡിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് ലോഡ് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ താഴെ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു ഹാവ് എ പെർഫെക്റ്റ്ലി ആക്സിലി ലോഡഡ് സ്ട്രക്ചർ. അപ്പം പെർഫെക്റ്റ്ലി ആക്സിലായിട്ട് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ലോഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സെൻട്രിസിറ്റി ഉണ്ടാവാം.
ഓക്കെ, എക്സെൻട്രിസിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ ബെൻഡിങ്ങും വരാം. ബെൻഡിങ് വരുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കോളത്തിൻ്റെ അകത്ത് എപ്പോഴും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദർ ആർ 2 types ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്സ് പ്രൊവൈഡഡ് ഇൻ ആൻ RCC കോളം. അപ്പോൾ എന്തുകൊണ്ടാണ് കോളത്തിൻ്റെ അകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതെന്നുള്ള മനസ്സിലായല്ലോ. ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെയിനായിട്ടുള്ള 2 ടൈപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട് കോളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആ 2 ടൈപ്പ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലൊന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റും ഒന്ന് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റും ആണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റും ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റും. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ, അതായത് കോളത്തിൻ്റെ ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഹൈറ്റിന് പാരലായിട്ട് അല്ലെങ്കിൽ ആ ലെങ്ത്തിന് പാരലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബീമിൽ സിറപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ടൈസ് ആണ്. ഓക്കെ, ലാറ്ററൽ ടൈസ് അല്ലെങ്കിൽ ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, സിറപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഈ മെയിനായിട്ടുള്ള ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിനെ ചുറ്റി പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ്. അങ്ങനെ 2 ടൈപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ് കോളത്തിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ്. The longitudinal reinforcement is also called as main steel and its functions are as follows. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന വേറൊരു പേര് മെയിൻ സ്റ്റീലാണ്. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ടൈസും ഡിസൈൻ ചെയ്യണം. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിന് പറയുന്ന വേറൊരു പേര് മെയിൻ സ്റ്റീൽ എന്നുള്ളതാണ്. ഓക്കെ, ടു ഷെയർ the compressive loads along with concrete, thus reducing the overall size of column and leaving more usable area. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഒന്ന് കംപ്രസീവ് ലോഡ് കോൺക്രീറ്റുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്യുമ്പം ആ കോളത്തിൻ്റെ ഓവറോൾ സൈസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഏരിയ, ഇപ്പോൾ ഒരു റൂമിൽ കോളം ചെറുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഏരിയ കൂടും അല്ലേ, ആ റൂമിൻ്റെ ഏരിയ. അപ്പോൾ യൂസബിൾ ഏരിയ നമുക്ക് കൂടുതൽ കിട്ടും. രണ്ടാമത്തത് ടു റെസിസ്റ്റ് ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ഡ്യൂ ടു എനി മൊമെൻറ്റ് ഓർ ആക്സിഡൻ്റൽ എക്സെൻട്രിസിറ്റി. രണ്ടാമത്തത് ഇപ്പം എക്സെൻട്രിസിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം എക്സെൻട്രിസിറ്റി കാരണം അല്ലെങ്കിൽ കോളത്തിൽ മൊമെൻറ്റ് വരുന്ന കാരണം അവിടെ ടെൻസൈൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ആ വരുന്ന ടെൻസൈൽ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മൂന്നാമത്തത് ടു ഇമ്പാർട്ട് ഡക്റ്റിലിറ്റി ടു കോളം. ഓക്കെ, ഫുള്ള് കോൺക്രീറ്റ് മാത്രമാണെങ്കിൽ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ബ്രിറ്റിൽ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഡക്റ്റിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി ഈ കോളത്തിലേക്ക് വരും. നെക്സ്റ്റ് വൺ ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് ക്രീപ്പ് ഡ്യൂ ടു സസ്റ്റെയിൻഡ് ലോഡ്സ്. അപ്പം ക്രീപ്പിൻ്റെ എഫക്റ്റ് കുറയ്ക്കാം. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻഡ് ലോഡിങ് കാരണം അതിൽ സ്ട്രെയിൻ വരാം അല്ലേ കോൺക്രീറ്റിൻ്റെ അകത്ത്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് സഹായിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ്. ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞു സ്റ്റിറപ്പ് പോലെ ചുറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിന് ചുറ്റും പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ്. ദ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് അലോങ് ദ ലാറ്ററൽ ഡയറക്ഷൻ ഓഫ് ദ കോളം ഇൻ ദ ഫോം ഓഫ് ടൈസ് ഓർ സ്പൈറൽസ് എൻക്ലോസിങ് ദ മെയിൻ സ്റ്റീൽ. അപ്പം മെയിൻ സ്റ്റീലിനെ ചുറ്റിക്കൊണ്ട്, ഓക്കെ, മെയിൻ സ്റ്റീലിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ലാറ്ററൽ ഡയറക്ഷൻ, കോളത്തിൻ്റെ ലാറ്ററൽ ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടൈസ് ആയിട്ടും അതുപോലെ തന്നെ സ്പൈറൽസ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു അല്ലേ, ടൈസ്, ലാറ്ററൽ ടൈസും അതുപോലെ തന്നെ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ചുറ്റി സ്പ്രിങ് പോലെയും പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ ടൈസ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദ ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്വേഴ്സ് സ്റ്റീൽ ആർ ആസ് ഫോളോസ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് സ്റ്റീലിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ടു ഹോൾഡ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ബാസ് ഇൻ പൊസിഷൻ, അതായത് മെയിൻ ബാസിനെ ആ ഒരു പൊസിഷനിൽ നിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ടു പ്രിവെൻറ്റ് ബക്ലിംഗ് ഓഫ് മെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ ബാസ്. അപ്പം ഈ മെയിൻ ബാസിനെ ചുറ്റി ഈ സിറപ്സ് ഉണ്ടെങ്കിൽ അല്ലേ, ആ ബക്കിൾ ചെയ്യാനുള്ള ടെൻഡൻസി, അതായത് ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിൽ ഈ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്പൈറലായിട്ട് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മെയിൻ ബാസ് ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കുറയുക ചെയ്യുന്നത്, അല്ലെങ്കിൽ ബക്കിൾ ചെയ്യാനുള്ള ചാൻസ് അവിടെ കുറയുക ചെയ്യുന്നത്. ഓക്കെ, ടു പ്രിവെൻറ്റ് ബക്ലിംഗ് ഓഫ് ദ മെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ ബാസ്. മൂന്നാമത്തത് ടു റെസിസ്റ്റ് ഡയഗണൽ ടെൻഷൻ കോസ് ഡ്യൂ ടു ട്രാൻസ്വേഴ്സ് ഷിയർ ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് എനി മൊമെൻറ്റ് ഓർ ലോഡ്. ഏതെങ്കിലും മൊമെൻറ്റ് കൊണ്ടോ ലോഡ് കൊണ്ടോ ഡയഗണൽ ടെൻഷൻ വരുവാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടും ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് സഹായിക്കും. നെക്സ്റ്റ് ടു ഇമ്പാർട്ട് ഡക്റ്റിലിറ്റി ടു ദ കോളം, അതായത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ആ കോൺക്രീറ്റിൻ്റെ ബ്രിട്ടിൽ പ്രോപ്പർട്ടി ഒഴിവാക്കാൻ അല്ലേ, അതായത് ഈ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുമ്പം ആ സ്റ്റീലിൻ്റെ ഡക്റ്റിലിറ്റി ഇതിലേക്ക് വരും.
ഓക്കെ, ഈ കോളത്തിലേക്ക് വരും. അപ്പം മെയിൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്താലും ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താലും ആ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഡക്റ്റിലിറ്റി ആ കോളത്തിലേക്ക് വരും. ടു പ്രിവെൻറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിംഗ് ഓർ ബൾജിങ് ഔട്ട് ഓഫ് കോൺക്രീറ്റ് ബൈ കൺഫൈനിങ് ഇറ്റ് ഇൻ ദ കോർ. അതായത് ഇപ്പം ഈ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇപ്പം മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റിയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ കോൺക്രീറ്റിനെ അത്രയും ആ ഒരു പോർഷൻ്റെ അകത്ത് ആ റീഇൻഫോഴ്സ്മെൻറ്റ് അതിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കോൺക്രീറ്റും ഉണ്ട് അല്ലേ. കോൺക്രീറ്റിനെ ആ ഒരു പോർഷനിൽ കൺഫൈൻഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് പുറത്തേക്ക് സ്പ്ലിറ്റപ്പായി വരാനും പുറത്തേക്ക് തള്ളി വരാനുമുള്ള സാധ്യത അവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പം ബൾജിങ് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ്, ലോഞ്ചിറ്റ്യൂഡിനലി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയും നമ്മൾ സ്റ്റിറപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഒഴിവാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള ഗുണങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ ബാസിനെ ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യും, ലോഞ്ചിറ്റ്യൂണൽ ബാസിൻ്റെ ബക്ലിംഗ് ഒഴിവാക്കും, അതുപോലെ തന്നെ ഡയഗണൽ ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യും, കോളത്തിലേക്ക് ഡക്റ്റിലിറ്റി പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ബൾജിങ് ഔട്ടും അല്ലെങ്കിൽ സ്പ്ലിറ്റിങ്ങും ലോഞ്ചിറ്റ്യൂണലി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കോളത്തിൽ വരുന്ന മെയിനായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റും അതിൻ്റെ ഫങ്ഷൻസും. ഓക്കെ, അപ്പം ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.